നമസ്കാരം. ഇന്നത്തെ വിഷയം എന്താണെന്നല്ലേ? നമ്മുടെ അടുക്കളയിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു അമൂല്യ വസ്തു, അതായത് ഇഞ്ചി. ഇഞ്ചി ചേർക്കാത്ത കറികൾ അപൂർവം അല്ലേ? രുചിയോടൊപ്പം പല ന്യൂട്രിയൻസും ഔഷധ ഘടകങ്ങളും ഒത്തിണങ്ങിയ ഇഞ്ചി പ്രകൃതിയുടെ ഒരു വരദാനമായി കണക്കാക്കാം. ഇഞ്ചി ഹൽവ രൂപത്തിൽ വേണോ, ഇഞ്ചി പൗഡർ രൂപത്തിൽ വേണോ, ഉണക്കിയത് വേണോ, തേനും ചേർത്തുള്ള ഇഞ്ചി വേണോ, പിക്കിൾ രൂപത്തിലുള്ള ഇഞ്ചി വേണോ, വെള്ളത്തിലിട്ട ഇഞ്ചിയാണോ വേണ്ടിയത്, എല്ലാം ഞൊടിയിടയിൽ തയ്യാറാക്കാം. വീഡിയോ മുഴുവനായി കാണുക. കറിവേപ്പിലേക്ക് സ്വാഗതം. എന്നെ പ്രോത്സാഹിപ്പിച്ച എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി ഞാൻ ഈ അവസരത്തിൽ നന്ദി അറിയിക്കുന്നു. ഇഞ്ചിക്കൊരു പ്രത്യേകതയുണ്ട്. ഇഞ്ചി നമുക്ക് നേരിട്ടെടുത്ത് കഴിക്കാൻ പറ്റില്ല. അതിൻ്റെ ഘ്രാണം നമ്മുടെ തൊണ്ടയ്ക്കും വയറിനുമൊക്കെ ഇറിറ്റേഷൻ അഥവാ അസ്വസ്ഥത ഉണ്ടാക്കും. ഇനി ഇഞ്ചിയുടെ തോട് നമ്മൾ കളഞ്ഞാണല്ലോ ഉപയോഗിക്കാറല്ലേ? ഇനി കളയരുതേ. കാരണം ഔഷധ ഗുണങ്ങളും നാരുകളും ന്യൂട്രിയൻസും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ കുത്തി നിറച്ചൊരു സംഭവമാണ് ഇഞ്ചിത്തോട്. ഇത് നമ്മുടെ ശരീരത്തെ രോഗങ്ങളിൽ നിന്ന് രക്ഷിക്കാനും കുടലിലെ നല്ല ബാക്ടീരിയ വളരാനും സഹായിക്കുന്നു. നന്നായി കഴുകിയ ഫ്രഷ് ഇഞ്ചി മാത്രമേ തൊലിയോടെ ഉപയോഗിക്കാവൂ. പഴകിയതും ഇതുപോലെ വളരെ കട്ടിയുള്ളതുമായ തൊലിയാണെങ്കിൽ ഒഴിവാക്കുക. ആരോഗ്യത്തിന് ഒട്ടും നല്ലതല്ല അത്. ഇന്നിവിടെ ഇഞ്ചി നമുക്ക് വളരെ വ്യത്യസ്തമായ പല രീതിയിലും ഉപയോഗിക്കാൻ എളുപ്പത്തിലും തയ്യാറാക്കുന്നതൊന്ന് കാണാം. ദീർഘകാലം സൂക്ഷിക്കുന്ന പല വിധങ്ങളും മനസ്സിലാക്കാം. ആദ്യം നമുക്ക് ഇഞ്ചി സത്ത് അഥവാ ജിഞ്ചർ എക്സ്ട്രാക്റ്റ് കണ്ടാൽ കഴിക്കാൻ തോന്നുന്ന രീതിയിൽ ഉണ്ടാക്കുന്നതും അതിൽ നിന്ന് കിട്ടുന്ന കൊത്ത് അഥവാ റെസിഡ്യൂ വെച്ച് ശുദ്ധമായ ജിഞ്ചർ പൗഡർ എങ്ങനെ ഉണ്ടാക്കാമെന്നും കാണാം. ഇതിൻ്റെ എല്ലാ ഉപയോഗങ്ങളും ഞാൻ പറയുന്നുണ്ട്. 350 ഗ്രാം ഇഞ്ചിയാണ് എടുത്തത്. അത് നന്നായിട്ട് കഴുകി അതിലെ മണ്ണെല്ലാം മാറ്റണം. 2-3 പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, അതായത് സോഡാപ്പൊടിയും കൂടി ഇട്ട് അതൊന്ന് അലിയുന്നവരെ ഒന്ന് ഇളക്കിയ ശേഷം ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ഇതുപോലൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഒരു ബ്രഷ് നമ്മളിതിനായിട്ട് മാറ്റി വയ്ക്കുക. എല്ലാവർക്കും ഉണ്ടായിരിക്കും അങ്ങനെ. ഞാനിപ്പോൾ ഒരു പുതിയ ബ്രഷ് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നതിന് വേണ്ടി എടുത്തതാണ്. എൻ്റെ കയ്യിൽ വേറെ ഇതുപോലെയുള്ള ആവശ്യങ്ങൾക്കായിട്ട് ബ്രഷ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഈ ഇഞ്ചിയെ നമ്മൾ ഈ ബ്രഷ് വെച്ച് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണേ. അതിൻ്റെ ആ ഇടയ്ക്ക് കയറാൻ പറ്റാത്ത സ്ഥലമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒടിച്ച് ബ്രഷ് വെച്ച് എല്ലാ അഴുക്കും മാറ്റുക. കറുത്തതും കേടായ ഭാഗങ്ങളും ഒക്കെ അതിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റുക. ഇഞ്ചിക്ക് പൊതുവേ ചൂടുള്ള സ്വഭാവമാണ്. അതുകൊണ്ട് ഗ്യാസ്ട്രിക് അൾസർ ഉള്ളവരും പിന്നെ അമിത അസിഡിറ്റി ഉള്ളവരും ഇഞ്ചി രക്തം നിറപ്പിക്കുന്ന സ്വഭാവമുണ്ട്. അങ്ങനെയുള്ളവരൊക്കെ ഇത് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഇതുപോലെ എല്ലാം ക്ലീൻ ചെയ്തെടുക്കണേ. ഇനി എല്ലാം നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് കഴുകണേ. കഴുകിയതിന് ശേഷം നമ്മൾ തിന്നായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇനി ഇതിനെ ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഇതുപോലെ മാക്സിമം ജ്യൂസ് എടുത്ത ശേഷം അതിനെ അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇതിൽ ബാക്കി വന്ന ആ റെസിഡ്യൂവിനെ നമ്മളൊരു ട്രെയിലേക്കിട്ട് ഈക്വലായിട്ടൊന്ന് നിരത്തി വയ്ക്കുക. അതിന് ശേഷം നമ്മൾ വെയിലത്ത് കൊണ്ടുവയ്ക്കുക. അപ്പോൾ വെയിൽ കൊള്ളാൻ സൗകര്യം ഇല്ലാത്തവർക്ക് ഓവനിൽ വെച്ച് ഡ്രൈ ചെയ്തെടുത്താലും മതി. ഇടയ്ക്ക് എപ്പോഴേലും ഒന്നുകൂടെ നിരത്തി ഇടുക. പിന്നെ ഇത് ഒരു ദിവസമൊക്കെ നല്ല വെയിലുണ്ടെങ്കിൽ മതിയാവും. ഏകദേശമൊക്കെ ഉണങ്ങി കിട്ടും. ഇനി അതവിടെ നിന്ന് ഉണങ്ങട്ടെ. അപ്പം നമുക്ക് ആ ജ്യൂസ് ഒന്ന് നോക്കാം. നമ്മൾ ആ ജ്യൂസ് കുറച്ച് സമയം അനക്കാതെ വെച്ചിരുന്നാൽ തന്നെ അതിൻ്റെ അടിയിൽ സ്റ്റാർച്ച് ഇതുപോലെ തെളിയും. അപ്പോൾ അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണേ. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് 1/2 കപ്പ് ശർക്കരയാണ് ഞാനിട്ട്. ശർക്കര പൊടി ഏകദേശം ഒരു 70-75 ഗ്രാമോളം വരും. ഇതിനകത്ത് നമുക്ക് പാം ഷുഗർ ഇടാം, അതായത് കരിപ്പട്ടി ഇടാം. പിന്നെ പഞ്ചസാര വേണമെന്നുള്ളപ്പോൾ പഞ്ചസാര ഇടാം. പിന്നെ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഉപയോഗിക്കുന്നുണ്ട്. അത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം സ്റ്റൗ കത്തിച്ച് അടുപ്പിലേക്ക് വയ്ക്കാം. ഇതിൽ സ്റ്റാർച്ച് സെറ്റിൽ ചെയ്യുന്നതുകൊണ്ട് നമ്മളത് അടുപ്പിൽ വെച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണേ. ഇതിപ്പം പരന്ന പാത്രം അല്ലാത്തതുകൊണ്ട് കുറച്ച് സമയം കൂടുതലെടുക്കും. അതുകൊണ്ട് ഞാനൊരു പരന്ന പാനിലേക്ക് മാറ്റുകയാണ്. ഇത് ഫ്ലെയിം വേണമെങ്കിൽ അല്പം ഒന്ന് കുറയ്ക്കാം. എന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണേ. ഇപ്പോൾ ഏകദേശം ഒരു 20 മിനിറ്റായി കാണും. ഇപ്പോൾ ഏകദേശം ഒരു 30 മിനിറ്റോളം ആയേ. അപ്പോൾ പാത്രത്തിൻ്റെ ചൂട് കണ്ടു തുടങ്ങി.
ഇപ്പോൾ ഒരു 35 മിനിറ്റൊക്കെ ആയപ്പോഴേക്കും ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് അതിലേക്ക് ഒഴിച്ചു. നെയ്യ് ഓപ്ഷനിലാണ്, കൂടുതൽ ഒഴിക്കണമെങ്കിൽ 2 ടേബിൾ സ്പൂൺ ഒഴിക്കാം. അല്പം നെയ്യൊക്കെ നല്ലതാണ്, നമുക്ക് ശരീരത്തിന് ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ നല്ല ടേസ്റ്റായിരിക്കും കുറച്ച് നെയ്യ് ഒഴിക്കുകയാണെങ്കിൽ. ഇപ്പോൾ ഏകദേശം ഒരു 3/4 മണിക്കൂർ എടുത്തുകയാണ്. ഇത്രയും ഒന്ന് ഇതായി വരെ ഒരു സ്പൂൺ കോരി എടുക്കാൻ പറ്റുന്ന രീതിയിലാകുമ്പോഴേക്കും നമുക്ക് നിർത്താം. ഇപ്പം ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് ഇനി നമുക്കിതിനെ വേറൊരു ബൗളിലേക്ക് മാറ്റാം. തണുക്കുമ്പോൾ ഇത് കട്ടിയാവും. ഇത് തണുത്ത ശേഷം നമ്മളൊരു സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള നല്ല ഈർപ്പമില്ലാത്തൊരു കുപ്പിയിലേക്ക് മാറ്റുക. ഇതിപ്പോൾ കാണുമ്പോൾ നമുക്ക് കറുത്ത ഹൽവ പോലെ ഇരിക്കുകയും കാണുമ്പോൾ കഴിക്കാൻ തോന്നും. പക്ഷേ ഇത് വായിലോട്ട് വയ്ക്കുമ്പോൾ ഇഞ്ചിയെക്കാട്ടിലും എനിക്ക് തോന്നുന്നു ഒരു 2 മടങ്ങ് മണം എങ്ങനെയാണെന്നറിയില്ല. അത്രയ്ക്ക് ഇഞ്ചിയുടെ മണവും ശക്തിയും നമുക്ക് ആ എല്ലാ ഫീലും അതിലുണ്ട്. തൊണ്ടയ്ക്കും വയറിനുമൊക്കെ അസ്വസ്ഥതയുള്ളപ്പോൾ ഇതിൽ നിന്ന് ഒരു 1/2 സ്പൂണോ 1 സ്പൂണോ ഒക്കെ ഒന്ന് കഴിച്ച് നോക്കണേ. ഇനി ഇതിൻ്റെ ഉപയോഗങ്ങളൊന്ന് നോക്കുകയാണെങ്കിൽ ഇത് നമുക്ക് നേരിട്ട് സ്പൂണിൽ കഴിക്കാവുന്നതാണ്. ആഹാരത്തിന് മുൻപോ പിൻപോ ആയാലും മതി. ഇഞ്ചിയുടെ തനി സ്വാദാണ് ഇതിന്. ആരോഗ്യത്തിനും ദഹനത്തിനും വളരെ നല്ലതാണ്. നാരങ്ങാനീര്, തേൻ, ചൂടുവെള്ള എണ്ണയോടൊപ്പം ചേർത്തും കുടിക്കാം. പുഡിങ്, ഹൽവ, കേക്ക് എന്നിവയിൽ ചേർക്കാം. മാരിനേറ്റ് ചെയ്യുമ്പോൾ ചിക്കനിലും മീനിലും ഒക്കെയും ചേർക്കാം. ഇഞ്ചി ലഡ്ഡു, ബർഫി, ഹൽവ എന്നിവയിൽ ഇഞ്ചിയുടെ സ്വാദ് ഇഷ്ടമുള്ളവർക്ക് അത് ഉപയോഗിക്കാം. ഇനി അടുത്തത് ജിഞ്ചർ പൗഡർ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നമ്മൾ നേരത്തെ വെയിലത്ത് വെച്ച ആ ഇഞ്ചിയുടെ റെസിഡ്യൂ ഉണ്ടല്ലോ, അതിപ്പോൾ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അതൊന്നുകൂടെ നോക്കി പറയും, ഒരു ദിവസമൊക്കെ മതി അത് ഉണങ്ങി വരാനായിട്ട്. അപ്പോൾ അതിനെ മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണേ. പൊടിച്ച ശേഷം ഒരു അരിപ്പയിലൂടെ അരിച്ചെടുക്കുക. നമ്മൾ വിചാരിക്കും അതിൻ്റെ സത്തൊക്കെ മാറിയതുകൊണ്ട് അതിനൊട്ടും ഇഞ്ചിയുടെ ടേസ്റ്റ് ഇല്ലെന്ന്. പക്ഷേ ഇഞ്ചിയുടെ നല്ല മണവും കുറച്ച് സോഫ്റ്റ് ആണെന്നേ ഉള്ളൂ. ലൈറ്റായിട്ടുള്ള എന്തെങ്കിലും ഉപയോഗിക്കുക. ഇഞ്ചിയുടേതായ ഫ്ലേവറും ന്യൂട്രിയൻസും മെഡിസിനൽ കോമ്പൗണ്ട്സും എല്ലാം ഇതിലും ഉണ്ട്. ഇതിനെ നമുക്ക് ഒരു സ്റ്റെറിലൈസ് ചെയ്ത, അതായത് ഈർപ്പമൊന്നും ഇല്ലാത്തൊരു കുപ്പിയിലിട്ട് അടച്ച് സൂക്ഷിക്കാം. ഇനി നമുക്ക് ഈ പൗഡറിൻ്റെ ഉപയോഗങ്ങൾ നോക്കാം. കറികൾ, സൂപ്പ്, സ്റ്റൂ എന്നിവയിൽ ചേർക്കാം. കേക്ക്, കുക്കീസ്, ബ്രെഡ് തുടങ്ങിയ ബേക്കിംഗ് വിഭവങ്ങളിൽ സ്പൈസായിട്ട് ചേർക്കാം. പിന്നെ സോസുകളിലും ചട്നി, സ്മൂത്തി, ലസ്സി എന്നിവയിലുമൊക്കെ ചേർക്കാം. പിന്നെ ഇഞ്ചി ചായ ഉണ്ടാക്കാം. തേനും ചേർത്ത് കഴിക്കുന്നത് തൊണ്ടയിലെ അസ്വസ്ഥതകൾക്ക് നല്ലതാണ്. പിന്നെ പിക്കിൾ ഉണ്ടാക്കുമ്പോൾ സ്പൈസായിട്ട് ചേർക്കാം. ജ്യൂസ് എടുത്ത ശേഷമുള്ള പൾപ്പിൽ നിന്നാണല്ലോ നമ്മൾ ഈ പൗഡർ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് കുറച്ച് അല്പം കൂടുതൽ ചേർക്കേണ്ടി വരും സ്പൈസായിട്ടൊക്കെ ഉപയോഗിക്കുമ്പോൾ. ഇനി ഇഞ്ചി നമുക്ക് ഏതെല്ലാം തരത്തിൽ സൂക്ഷിക്കാമെന്ന് നോക്കാം. ഒരു കുപ്പിയിൽ അല്പം വെള്ളം എടുക്കുക. എന്നിട്ട് ഒരു 5-6 പീസ് ചെറിയ പീസസ് നമുക്ക് ഡെയിലി ഉപയോഗത്തിന് എടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് ആ കുപ്പിയിലേക്കിട്ട് അതിനൊക്കെ വെള്ളം ഒഴിക്കുക, സാധാരണ വെള്ളം. എന്നിട്ട് ഇതിനെ ഫ്രിഡ്ജിൽ വയ്ക്കുക. 2-3 ദിവസത്തിലൊരിക്കൽ ഈ വെള്ളം ഒന്ന് മാറ്റി കൊടുക്കണേ. ഇതിപ്പോൾ കണ്ടോ, ഞാൻ 2/12/2025 വെച്ചതാണ്. ഇപ്പോൾ ഏകദേശം ഒരു 2.5 മാസം കഴിഞ്ഞു. അതിന് കേടൊന്നും പറ്റിയിട്ടില്ല. ഇതിൽ നിന്ന് നമുക്ക് ഇങ്ങനെ ഇട്ട് വെച്ചാൽ, ക്ലീൻ ചെയ്ത് വെച്ചാൽ നമുക്ക് അത്യാവശ്യത്തിന് എടുക്കാം. ഇന്നിപ്പം ഞാൻ ഇതിൻ്റെ വെള്ളം മാറ്റി കൊടുക്കുകയാണ്. വീണ്ടും ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. നമുക്ക് പെട്ടെന്നൊരു മോര് റെഡിയാക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇഞ്ചി എടുക്കാനും അതിനെ ക്ലീൻ ചെയ്യാനും ഒന്നും നിൽക്കണ്ട. പെട്ടെന്ന് അത് എടുത്താൽ മതി. എടുത്ത് ഞാനിപ്പോൾ ഇവിടെ ഒരു കഷ്ണം ഇഞ്ചിയും ചെറിയുള്ളി 2 എണ്ണം, പിന്നെ കാന്താരി മുളകും അല്പം കറിവേപ്പിലയും അതും കൂടി ഇട്ട് മോരിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ചോറിന് വേറെ കറി ഒഴിക്കാനൊന്നും വേണ്ട, ഇത് മാത്രം മതി. അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള ആവശ്യങ്ങൾക്ക് നമുക്ക് പെട്ടെന്ന് ഇത് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ ഇഞ്ചി ഇങ്ങനെ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ ചോറിലൊഴിക്കാനായിട്ട് നല്ല സൂപ്പറായിട്ടുള്ള മോരാണ് ഇത്. ഇനി രണ്ടാമത്തെ മെത്തേഡ് ഇഞ്ചിയും തേനും. നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്തതുപോലെ ക്ലീൻ ചെയ്തെടുത്ത 150 ഗ്രാം ഇഞ്ചിയുണ്ടത്. അതിനെ ഇതുപോലെ തിന്നായിട്ട് അരിഞ്ഞിട്ട് നല്ലൊരു ക്ലീനായിട്ടുള്ളൊരു കുപ്പിയിലേക്ക് ഇടുക. അതിലേക്ക് ഒരു 3-4 കഷ്ണം സിനമൺ, അതായത് പട്ട, അതിലകത്തേക്ക് ഇടുക. പട്ട ശരീരത്തിൽ കൊളസ്ട്രോളും ഷുഗറും ഒക്കെ കൺട്രോൾ ചെയ്യുന്നതിന് വളരെ നല്ലതാണെന്ന് പറയും. ഇമ്മ്യൂൺ സിസ്റ്റം ശക്തമാക്കാനും പട്ടയ്ക്ക് കഴിയും എന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഇനി ഇതിലേക്ക് തേൻ ഒഴിച്ചു കൊടുക്കാൻ, നിവക്കെ ഒഴിക്കണേ. അത് തേനിൽ മുങ്ങിക്കിടക്കത്തക്ക വിധത്തിൽ ഒഴിക്കാം.
3-4 ദിവസം കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് വരുള്ളൂ. ഇനി നമുക്കിതിനെ മാറ്റി വയ്ക്കാം. 3-4 ദിവസം കഴിഞ്ഞിട്ട് ഒന്ന് നോക്കാം. ഹണിയുടെ ഉപയോഗങ്ങളൊന്ന് നോക്കാം. ചൂടുവെള്ളത്തിൽ 1 ടേബിൾ സ്പൂൺ കലക്കി കുടിക്കുന്നത് ശരീരത്തിൻ്റെ ഭാരം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. പിന്നെ തൊണ്ടവേദനയും ചുമയും ഉള്ളപ്പോൾ ഇഞ്ചി തേൻ കഴിക്കുന്നത് വളരെ നല്ലതാണ്. പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും. ക്ഷീണം മാറ്റാനും നല്ലതാണ്. ഇനി 3ാമത്തെ മെത്തേഡാണ് സൺഡ്രൈഡ് ജിഞ്ചർ. ഇതിപ്പോൾ ഞാൻ ഒരു 150 ഗ്രാം ഉണ്ട്. അതിനെ ഒന്ന് ഇതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ തോടോടെ നന്നായി കഴുകിയ ശേഷം തിന്നായിട്ട് അരിഞ്ഞതിന് ശേഷം നമ്മളൊരു പാത്രത്തിലേക്കിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാം. സാധാരണയായി വിചാരിക്കും ഇഞ്ചിയെ ഉണക്കുമ്പോൾ ചുക്കാകില്ല എന്ന്. ചുക്കുണക്കുന്നത് വേറൊരു രീതിയിലാണ്. തൊലി ചെത്തിയ ഇഞ്ചി മുഴുവനെയാണ് ഉണക്കുന്നത്. ഒരു ഉണക്ക് കഴിയുമ്പോൾ പറ്റുമെങ്കിൽ ഒന്ന് മറച്ചിട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇതുപോലെ നല്ല ഡ്രൈ ആയിട്ട് ഉണക്കിയെടുക്കാം. വെള്ളയീർപ്പമില്ലാത്ത നല്ല കുപ്പികളിലാക്കി അടച്ച് സൂക്ഷിക്കാം. ഇനി ഇതിൻ്റെ ഉപയോഗങ്ങൾ നോക്കുകയാണെങ്കിൽ ചായയിലൊന്ന് പൊട്ടിച്ചിടാം, കറികളിലൊക്കെ ചേർക്കാം. ഇതിനെ പൊടിച്ച് വെച്ചാലും മതി. ഇഞ്ചിയുടെ അതേ രുചിയാണ് ഇതിനും. ഇത് പൊടിച്ച് തേനും ചേർത്ത് കഴിക്കാം. പിന്നെ പിക്കിൾ ഉണ്ടാക്കുമ്പോൾ അതിലോട്ടിടാം. ഇനി അടുത്തത് സ്റ്റീംഡ് ജിഞ്ചറാണ്, ആവി കയറ്റിയ ഇഞ്ചി. ഇതിപ്പോൾ ഒരു 150 ഗ്രാം ഉണ്ട്. നമുക്ക് സ്റ്റീം ചെയ്യാനുള്ള പാത്രം കുറച്ച് വെള്ളവുമായിട്ട് ഗ്യാസിലേക്ക് വയ്ക്കാം. പച്ച ഇഞ്ചിയേക്കാളും നല്ലതാണ് ആവി കയറ്റിയ ഇഞ്ചി. പച്ച ഇഞ്ചി സ്ട്രോങ്ങും സ്പൈസിയും ഒക്കെ ആയിരിക്കും. സ്റ്റീം ചെയ്യുമ്പോൾ അത് കുറച്ചുകൂടി സോഫ്റ്റ് ആവും, അത് കുറച്ചുകൂടി മൈൽഡാവും. അപ്പം ഞാൻ 100 ഗ്രാം ഇഞ്ചിയാണ് എടുത്തത്. അത് വെള്ളം തിളച്ച ശേഷം ഒന്ന് ആവി കയറ്റി എടുക്കണേ. ഒരു 10 മിനിറ്റൊക്കെ എടുത്താൽ മതി. ഫ്ലെയിം കുറച്ച് മതി, അല്ലെങ്കിൽ അതിൻ്റെ ന്യൂട്രിയൻസൊക്കെ നഷ്ടപ്പെടും. സോഫ്റ്റ് ആവും. പ്രത്യേകിച്ച് പ്രായമായവർക്കും അസിഡിറ്റി കൂടുതലുള്ളവർക്കും സെൻസിറ്റീവ് സ്റ്റൊമക്ക് ഉള്ളവർക്കും ഇത് നല്ലതാണ്. ഡൈജഷൻ സ്റ്റീം ചെയ്യുമ്പോൾ തോടിൽ എന്തെങ്കിലും ബാക്ടീരിയ ഒക്കെ ഉണ്ടെങ്കിൽ മാറിക്കിട്ടും. ഒരു ദിവസം നന്നായിട്ടൊന്ന് ഉണക്കിയെടുത്താൽ മതി. അതിൻ്റെ സൈഡിലെ സ്കിന്നെല്ലാം ഒന്ന് ഉണങ്ങുമ്പോഴേക്കും ഇതിൽ അധിക ഈർപ്പമൊക്കെ മാറി പൂപ്പൽ വരുന്നത് തടയും. ഞാൻ ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിക്കുക. അതിലേക്ക് 2 ടീസ്പൂൺ ഉപ്പിടുക. തിളച്ച് കഴിയുമ്പോഴേക്കും മാറ്റി വയ്ക്കുക. ഇനി അതേ അളവിൽ തന്നെ നമ്മൾ എത്ര സ്പൂൺ സോൾട്ട് വാട്ടർ ഒഴിക്കുന്നോ അത്ര അളവിൽ തന്നെ വിനിഗർ ഒഴിക്കുക. ഈ ഉണക്കിയ ഇഞ്ചി നമുക്ക് നല്ല ഒരു ഈർപ്പമില്ലാത്ത കുപ്പിയിലേക്ക് മാറ്റാം. ഞാനിവിടെ സാധാരണ വിനിഗറാണ് ഉപയോഗിച്ചത്. ഇത് വിനിഗറാണ്. ഈ കുപ്പിയിലേക്ക് ഒരേ അളവിൽ ഉപ്പ് വെള്ളവും വിനിഗറും ഒഴിക്കുക. ഏകദേശം ഒരു 4 സ്പൂണോളം ടേബിൾ സ്പൂണോളം വേണ്ടി വന്നേ. ഉപ്പ് ഒരു നാച്ചുറൽ പ്രിസർവേറ്റീവ് ആണല്ലോ. ദോഷകരമായ ബാക്ടീരിയയൊക്കെ വളരുന്നത് തടയും. പിന്നെ വിനിഗർ ആണെങ്കിൽ അസിഡിറ്റി ആയതുകൊണ്ട് ഇതൊരു പ്രിസർവേറ്റീവാണ്. അല്പം പുളിയും അതിന് നല്ലൊരു ടേസ്റ്റും കിട്ടും. ഇത് 5 ദിവസം കഴിയുമ്പോഴാണ് ഒരു പിക്കിളിൻ്റെ പ്രതീതി വരുന്നത്. കഞ്ഞിയിലൊക്കെ ഇട്ട് കഴിക്കാൻ കൊള്ളാം. ഗ്യാസ് പ്രോബ്ലം ഉള്ളവർക്കും നല്ലതാണ്. സ്റ്റീം ചെയ്താലും അതിലെ ഗുണങ്ങളൊന്നും കുറയുന്നില്ല. പച്ച ഇഞ്ചി കഴിച്ചാൽ തൊണ്ടയ്ക്ക് ഇറിറ്റേഷനും ബേണിങ് സെൻസേഷനും ഒക്കെ ഉണ്ടാവുക. സ്റ്റീം ചെയ്യുമ്പോൾ ഇഞ്ചിയുടെ ഘ്രാണം കുറയും, എന്നാൽ ഗുണങ്ങൾ നിലനിൽക്കുകയും ചെയ്യും. ദഹനം മെച്ചപ്പെടുത്താനും മലബന്ധം തടയാനും ഒക്കെ ഇത് നല്ലതാണ്. ഇതിൻ്റെ ഉപയോഗങ്ങൾ നോക്കുകയാണെങ്കിൽ മഴക്കാലത്ത് കഞ്ഞിയിലൊക്കെ ഇട്ട് കഴിക്കാം. ശരീരത്തിന് മിതമായ ചൂട് നൽകും. ഭക്ഷണത്തിന് മുൻപ് ഒരു ചെറിയ കഷ്ണം കഴിച്ചാൽ വിശപ്പ് വർദ്ധിക്കും. ഇതുവരെ ഞാൻ ചെയ്തതൊക്കെയാണ് ഈ നിരത്തി വെച്ചിരിക്കുന്നത്. നമ്മൾ ടേസ്റ്റ് ഒന്നും നോക്കിയില്ലല്ലോ. ഇനി നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം. ഇതാണ് ആദ്യം ഞാൻ ഉണ്ടാക്കിയ ഇഞ്ചി എക്സ്ട്രാക്റ്റ്. ഇന്ന് 17 ദിവസമായി ഇത് ഉണ്ടാക്കിയിട്ട്. ഫ്രിഡ്ജിലായിരുന്നു ഞാൻ വെച്ചിരുന്നത്. അല്പം ജ്യൂസി ആയിട്ടാണ് ഇപ്പോൾ കാണുന്നത്. നമ്മൾ കഴിക്കാനായിട്ട് എപ്പോഴെടുത്താലും ഒന്ന് കുലുക്കിയിട്ട് വേണം എടുക്കാൻ. അപ്പോഴേ അതിൻ്റെ കംപ്ലീറ്റ് ജ്യൂസും എല്ലാം ചേർന്ന് വരുള്ളൂ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇഞ്ചിയുടെ 2 മടങ്ങ് സ്ട്രോങ് ആണെന്ന് തന്നെ പറയാം. പക്ഷേ നമുക്ക് കഴിക്കുമ്പോൾ ഒരു അസ്വസ്ഥതയില്ല. നല്ല ടേസ്റ്റായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഇത് 2ാമത്തെ ഐറ്റം ജിഞ്ചർ പൗഡർ. ഇതുണ്ടാക്കിയിട്ട് 13 ദിവസമായി. ഇത് പുറത്ത് തന്നെ ഇരിക്കുമായിരുന്നേ. ഇത് ടേസ്റ്റ് ചെയ്തിട്ട് ഇഞ്ചിയുടെ ഏകദേശം ഒരു പകുതി ഫ്ലേവറേ ഉള്ളൂ. നമുക്ക് വളരെ ലൈറ്റായിട്ടുള്ളതിനൊക്കെ ഉപയോഗിക്കാം. ഇത് വെള്ളത്തിൽ ഇട്ട ഇഞ്ചി. ഇത് നമുക്ക് ലോക്കലായിട്ടുള്ള അത്യാവശ്യത്തിനൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയുള്ളതാണ്. ഇത് ഉണ്ടാക്കിയിട്ട് 6 ദിവസമേ ആയുള്ളൂ. ഇത് ഫ്രിഡ്ജിലിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ വെള്ളം മാറ്റിയില്ലായിരുന്നു. ഇന്നിനി വെള്ളം മാറ്റി പുതിയ വെള്ളം ഒഴിച്ച് വെക്കണം. ഇനി 4ാമത്തെ ഐറ്റം ജിഞ്ചർ ഇൻ ഹണി. ഇത് ഉണ്ടാക്കിയിട്ട് 11 ദിവസമായി. ഞാനിത് ഫ്രിഡ്ജിലാണ് വെച്ചിരുന്നത്. ഒന്ന് കുലുക്കിയിട്ട് വേണം ഇത് തുറക്കാനായിട്ട്. ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ആ ഇഞ്ചി നമ്മളെ ഇഞ്ചിയിലേക്ക് പച്ച ഇഞ്ചിയിലേക്കാണ് നമ്മൾ തേൻ ഒഴിച്ചത്. തേൻ നല്ല കട്ടിയായിട്ടല്ലേ ഒഴിച്ചു. ഇപ്പോൾ അത് ലിക്വിഡ് വെറും വെള്ളം പോലെയാണ് ഇരിക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, പറയാതിരിക്കാൻ പറ്റുന്നില്ല. കണ്ടില്ലേ, അത് വെറും വെള്ളം പോലെയാണ് ഇരിക്കുന്നത്. അതിലൊഴിച്ചത് രാവിലെ നല്ല ചൂട് വെള്ളത്തിലേക്ക് ഇതല്പം
ഇഞ്ചിയും 2 സ്പൂൺ വെള്ളവും അതിൻ്റെ ജ്യൂസും കൂടി ഇട്ട് കഴിക്കാം, നല്ലതാണ്. കൊച്ചു കുട്ടികൾക്ക് പോലും കൊടുത്താൽ കഴിക്കും, അത്രയ്ക്കൊരു പ്രത്യേക ടേസ്റ്റ്. അടുത്ത 5ാമത്തെ ഐറ്റം എന്ന് പറയുന്നത് സൺ ഡ്രൈഡ് ആണ്. ഇതിപ്പോൾ ഉണ്ടാക്കിയിട്ട് ഒരു 11 ദിവസമായി. ഞാൻ ഫ്രിഡ്ജിലൊന്നും അല്ല, പുറത്താണ് വെച്ചിരുന്നത്. അതിന് പ്രത്യേകിച്ചൊരു ടേസ്റ്റായിട്ടൊന്നും തോന്നിയില്ല വായിലിട്ടപ്പോൾ. നമുക്കത് കറികളിലൊക്കെ ഇഞ്ചിക്ക് പകരം ഉപയോഗിക്കാം, ദീർഘനാൾ കേടാകാതിരിക്കും. അടുത്തത് 6ാമത്തെ ഐറ്റം എന്ന് പറയുന്നത് നമ്മൾ സ്റ്റീംഡ് ജിഞ്ചർ നമ്മൾ വിനാഗിരി ഉപ്പും ചേർത്തുണ്ടാക്കിയല്ലോ, അത് വേണമെങ്കിൽ ഒരു ട്രഡീഷണൽ സ്റ്റൈൽ ഓഫ് പ്രിസർവേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇനി ഇതുകൂടി ഒന്ന് കഴിച്ച് നോക്കട്ടെ. ക്രാണമൊന്നും ഇല്ല, ക്രാണമൊക്കെ കുറഞ്ഞ് നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ പിക്കിൾ കഴിക്കുന്നതിൻ്റെ പ്രതീതി. ക്രാണമൊക്കെ കുറഞ്ഞതുകൊണ്ട് നമുക്ക് വയറിനുമൊക്കെ നല്ലതാണിത്. കഞ്ഞിയിലൊക്കെ ഇട്ട് കുടിക്കാൻ കൊള്ളാം പ്രായമായവർക്കും. ഇനി ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതെന്ന് ചോദിച്ചാൽ ഇതാണ്, ഇഞ്ചിയും തേനും കൂടിയുള്ളത്. രണ്ടാമത് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് ചോദിച്ചാൽ ഇതാണ് ജിഞ്ചർ എക്സ്ട്രാക്റ്റ്. എല്ലാം നല്ലതാണ്, ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടാക്കിയാൽ മതി, എന്നിട്ട് അത് തീരുമ്പോൾ അടുത്ത ഉണ്ടാക്കിയാൽ മതി. വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരയ്ക്കും താങ്ക് യു.